അതെ, ഈ പത്രക്കാർക്കൊക്കെ ഒന്നും ഇപ്പോൾ ആ ചോദ്യമില്ല. എന്താ കാരണം അറിയാം, മറ്റ് കണ്ട ആദ്യം ചോദിക്കുന്ന സ്വർണ്ണപ്പാളി സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ മിണ്ടുന്നില്ല, പത്രക്കാർക്ക് മിണ്ടാട്ടുമില്ല, നിങ്ങൾക്ക് ആർക്കും മിണ്ടാട്ടുമില്ല, ചോദിച്ചിട്ടില്ല നിങ്ങൾ ഇതുവരെ. അതെന്താണ്, നിങ്ങൾ ഇതേവരെ സംരക്ഷിക്കാൻ നടന്ന ആളുകളെല്ലാം ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്നു എന്ന് വന്നപ്പോൾ നിങ്ങൾ മലക്കം മറിഞ്ഞിട്ട് ആ കാര്യം ഇനി അധികം മുന്നോട്ടേക്ക് പോകേണ്ടതില്ല തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. എനിക്കറിയാം നന്നായിട്ട്. ഞങ്ങൾ ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനടുത്ത നിലപാട് SIT അന്വേഷണം പോകണം, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കീഴിൽ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനെ കൃത്യമായിട്ട് അന്വേഷിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ആ നിലപാടാണ് പിന്നെ ഹൈക്കോടതി തന്നെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഹൈക്കോടതി SITയെ തീരുമാനിച്ച് അവരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം നടത്തി മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതേവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനൊക്കെ എതിരായിട്ടാണല്ലോ പുരുത്തവും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊരു ആഹ്ലാദഭരിതമായിരുന്നു പത്രക്കാരെല്ലാം, നിങ്ങളെല്ലാം. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ എന്താ, ഇപ്പോൾ അത്ര ആഹ്ലാദം കാണുന്നില്ല. കാരണം എന്താ, മെല്ലെ മെല്ലെ എത്തിയിട്ട് എന്തിനാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് കൊള്ള നടത്തുന്ന നേതൃത്വം കൊടുത്ത ഒന്നാം പ്രതി, രണ്ട് ഈ കൊള്ള മുതൽ വാങ്ങിയിട്ടുള്ള അതിൽ തന്നെയുള്ള പ്രതി, ഈ രണ്ടുപേരും സോണിയാഗാന്ധിയെപ്പോലെ വളരെ സുരക്ഷിതമായ പശ്ചാത്തലമുള്ള, ഒരു തരത്തിലും അവിടെ ഈച്ചക്ക് പോലും പ്രവേശിക്കാൻ പാടില്ലാത്ത അത്ര ഗൗരവമുള്ള എല്ലാ സെക്യൂരിറ്റിയും നൽകുന്ന ഒരാളെ എന്തിന് കാണാൻ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ മറുപടി. ആ പോയ കൂട്ടത്തിൽ എന്തിനാണ് കേരളത്തിലെ ഇന്നത്തെ UDFൻ്റെ കൺവീനർ പോയത്? അന്ന് കൺവീനറല്ല, ഇന്ന് കൺവീനറാണ്. കൺവീനർ പോയത്. അതുപോലെ തന്നെ MP എന്തിനാണ് പങ്കെടുത്തത്? ആൻ്റോ ആൻ്റണി എന്തിനാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്? തൃപ്രയാർ ഉൾപ്പെടെയുള്ള അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട നേതാവും അതിൽ ആ ഫോട്ടോയിലുണ്ട്. ഇവരെല്ലാം എന്തിനാണ് പോയത്? ആരാണ് ഇവർക്ക് അപ്പോയിൻമെൻറ്റ് തയ്യാറായി കൊടുത്തത്? ഈ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്, ആ ഫോട്ടോ ശരിയാണ് എന്നും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മറുപടി പറയേണ്ടി വരും. ഈ രണ്ട് പ്രതികൾ ഉൾപ്പെടെ എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത്? അത് ഒരു പ്രാവശ്യമല്ല, നിരവധി പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് പോയത് എന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയണം. അപ്പോൾ ആ പ്രശ്നം വന്നപ്പോൾ SITയെ ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല. കാരണം SIT എന്ന് പറയുന്നത് ഇവരെന്താ ധരിച്ചിട്ടുള്ളത്? അത് ഹൈക്കോടതിയുടെ ഭാഗമായിട്ടുള്ളതല്ലേ? ആ സംവിധാനത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. അത് വരുമ്പോൾ കൃത്യമായിട്ട് അറിയും ഓരോരുത്തരുടെയും പങ്ക് എന്താണ് എന്നും.